സ്വാഗതം. ഇത് കിഴക്കൻ മലയോര മേഖലയായ മാങ്കോടിനടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഈ ചിലവാരാന്യം ഇവിടെ ആരംഭിക്കുന്നു. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കി +1 വിദ്യാർത്ഥിനിയായ റിൻസി ബിജു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇത് കൊല ചെയ്തതാണെന്ന് മാതാവും പിതാവും പറഞ്ഞു. പക്ഷേ വാരാന്ത്യത്തിന് ഇത് വിശ്വാസമായില്ല. ഒരു വീട്ടിൽ കിടന്നുറങ്ങിയ മകൾ കൊല ചെയ്യപ്പെട്ടതിൻ്റെ യാതൊരു ശബ്ദവും ഇവർ കേട്ടില്ലെന്ന് പറയുന്നതിലാണ് വാരാന്ത്യത്തിന് വിശ്വാസക്കുറവ്. പത്തനാപുരം പുല്ലൂർ റോട്ടിൽ വെട്ടിത്തടയ്ക്ക് സമീപം നല്ലംകുളം ഭാഗത്ത് +1 വിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടു. തലേദിവസം രാത്രി 12 മണിവരെ റിൻസി പഠിച്ചുകൊണ്ടിരുന്നത് മാതാവ് കണ്ടിരുന്നു. പിന്നീട് മാതാവും പിതാവും കിഴക്കുഭാഗത്തുള്ള മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പടിഞ്ഞാറേ അറ്റത്തുള്ള മുറിയിൽ വാതിൽ കുറ്റിയിടാതെ റിൻസിയും കിടന്നു. റിൻസിയുടെ സഹോദരി ആൻസി ബിജു അടുത്തുള്ള ബന്ധുവീട്ടിൽ കൂട്ടുകിടക്കാൻ പോയിരുന്നു. രാവിലെ 5:45 റിൻസിയെ വിളിച്ചുണർത്താൻ വന്ന മാതാവാണ് മകൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൂക്കിൽ നിന്നും നൊരയും പതയും വന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ നീളത്തിലുള്ള പാടും കാണാൻ കഴിഞ്ഞു. പുറത്തേക്കുള്ള 4 പാളി കതകിന്റെ ഒരു പാളി തുറന്നു കിടന്ന നിലയിലുമായിരുന്നു. മാസങ്ങളായി ഈ കതകിന് കൊളുത്തില്ലെന്ന് മാതാവ് ബീന പറയുന്നു. 2 ആഴ്ച മുമ്പ് ഇവരുടെ മാതാവ് മരണപ്പെട്ടിരുന്നു. ഇവർ കിടന്നുറങ്ങിയിരുന്നത് ഈ വാതിലിനടുത്താണ്. അതിനാൽ ഇത് ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. റിൻസിയുടെ കഴുത്തിൽ കിടന്ന 1.5 പവന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിടിവലി നടന്ന ലക്ഷണങ്ങളൊന്നും മുറിയിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു വീട്ടിൽ കിടന്നുറങ്ങിയ മകൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും യാതൊരു ശബ്ദവും തങ്ങൾ കേട്ടില്ലെന്ന് മാതാവും പിതാവും പറയുന്നു. റിൻസിയുടെ പിതാവ് ബിജു തോമസ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. റിൻസി, ആൻസി എന്നീ 2 മക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത കുട്ടി ആൻസി MCAക്ക് ആയൂരിൽ പഠിക്കുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം സ്ഥലത്തെത്തി. പുനലൂരിൽ നിന്നും DYSP കൃഷ്ണകുമാർ, CI ബിജു വർഗീസ്, SI രാജീവ്, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ, ചന്ദ്രമോഹൻ, ജോർജ് കുട്ടി, ശൈലജ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. MP കൊടിക്കുന്നിൽ സുരേഷ് ഒരു പെൺകുട്ടിയാണ്, 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ അവൻ്റെ അമ്മയുമായിട്ടും ചേച്ചിയായിട്ടും സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് മൊബൈലില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലുമായിട്ട് ആൺകുട്ടികളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളില്ല, അങ്ങനെ ആരും ഇവിടെ വരാറില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴെന്തായാലും ഒരു സ്വയം ചെയ്ത ഒരു മരണം അല്ലെങ്കിൽ ആത്മഹത്യയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതൊരു കാര്യം ചോദിച്ചിട്ട് പിറവന്തൂരിൽ ഒരു പെൺകുട്ടി ആസിഡ് ഒഴിച്ച് കത്തിച്ച സംഭവം അത് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അതുപോലെ പത്തനാപുരത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കണ്ട കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൻ്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഈ സംഭവം അതുപോലെയാകുമോ? എന്ത് നടപടി സ്വീകരിക്കും? തീർച്ചയായിട്ടും ഒരിക്കലും അതുപോലെ ആകാൻ പാടില്ല. കാരണം ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തെ തന്നെ കാണുമ്പോൾ തന്നെ ഈ സംഭവം എത്രമാത്രം ഭയത്തോടു കൂടിയാണ് ഇവിടുത്തെ ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന വീടുകൾ ധാരാളമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ബാക്കിയുള്ള വീട്ടമ്മമാർക്കും രക്ഷകർത്താക്കൾക്ക് തന്നെ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ പിറവന്തൂരുണ്ടായ സംഭവം നമ്മൾ ബന്ധപ്പെട്ട അതിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ പിറവന്തൂരെ, കാരണം അത് ആസിഡ് ഒഴിച്ച ആൾ അയാളുടെ നാട്ടിൽ ഇന്നത്തെ ഭരണകക്ഷിയുടെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് കാരയ്ക്കാട്, മുളക്കുഴ പഞ്ചായത്തിലെ കാരയ്ക്കാട് അവിടുത്തെ പ്രാദേശികമായ ഇടപെടലുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്തത്, അതിന് ചില പൊളിറ്റിക്കൽ ഇടപെടലുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ നന്നായി സംശയിക്കുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടെ അവരെല്ലാം ഭരിക്കുന്ന ചില കക്ഷികളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് അവരുടെ ബന്ധുക്കളും അതുപോലെ ആ പ്രദേശം. അതുകൊണ്ട് അത് എന്തായാലും തേച്ചു മായ്ച്ചു പോകുന്നത് എനിക്ക് അന്നേ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പത്തനാപുരത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ടൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ മർഡറാണെന്നാണ് എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം കുട്ടിയുടെ കഴുത്തിൽ കിടന്നൊരു മാല കാണാനില്ല. പിന്നെ വസ്ത്രങ്ങളൊക്കെ മാറിയിരുന്നു, പക്ഷേ അമ്മയാണ് അതെല്ലാം ശരിയാക്കി വെച്ചത് എന്ന് പറഞ്ഞു. അത് മെഡിക്കൽ പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. പോലീസ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും എല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. വിരലടയാളങ്ങളെല്ലാം എടുക്കുന്നുണ്ട്, അവിടെയുള്ള എല്ലാ സാധനങ്ങളും. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വളരെ കർശനമായ അന്വേഷണം ഉറപ്പുവരുത്തും, യാതൊരു സംശയവും വേണ്ട. മുമ്പ് 6 മാസം മുമ്പ് മാർച്ച് മാസം 8-ാം തീയതി ഒരു കുട്ടി അടുത്ത് തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു, +1 പഠിക്കുന്ന ഒരു കുട്ടി. അതും ഇതുമായി ബന്ധപ്പെട്ട് അതും കൂടി അന്വേഷിക്കാനായിട്ട് പോലീസിന് DYSPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം അതും ഇതുപോലെ തൂങ്ങി മരണം.
ഈ കുട്ടിയുടെ കഴുത്തിലൊരു അടയാളം കാണുന്നുണ്ട്. അത് ഇനി തൂക്കാൻ ശ്രമിച്ചതാണെന്നൊന്നും പോലീസ് വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. കഴുത്തിൽ നല്ല അടയാളമുണ്ട്. പിന്നെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അന്വേഷണം നടത്തും. അതുകൂടി ഇതിനെ ബന്ധപ്പെടുത്തി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത് ആത്മഹത്യയാണെന്നാണ് ആദ്യത്തെ നിഗമനം. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അതിലും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പോലീസിന്. അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, റിയാസ് മുഹമ്മദ്, PS ശശികല തുടങ്ങി നിരവധി പേർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ സംഭവം നടന്ന വീട്ടിൽ നിന്നും പോലീസ് നായ പിറകിലത്തെ മുറിയിലൂടെ വാതിൽ കടന്ന് വഴിയിലൂടെ കുറേ ദൂരം ഓടി വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് കേസെടുത്തു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവമറിഞ്ഞ പ്രദേശത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടി. റിൻസി പഠിക്കുന്ന കലഞ്ഞൂരിലെ സ്കൂളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളും സംഭവസ്ഥലത്തെത്തി. കിഴക്കൻ മലയോര മേഖലയെ സർക്കാർ പാടെ മറന്നുകളഞ്ഞു. അച്ചൻകോവിൽ നിവാസികൾ നടത്തുന്ന സമരം ഒരു റോഡ് ടാർ ചെയ്ത് നൽകണമെന്ന ആവശ്യമായാണ്. ഇത് നമുക്കൊന്ന് കണ്ടുവരാം. അലമുക്കിൽ അച്ചൻകോവിൽ റോഡ് പണി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പും തൊഴിലാളികളും ചേർന്ന് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിവരുന്നത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ സമരക്കാർ അധികൃതരുമായി നടത്തിയ ചർച്ച ഫലം കാണാത്തതിൽ പ്രതിഷേധിച്ച് കറൂർ അലിമുക്ക് റോഡ് ഉപരോധിക്കുകയും SFCKയുടെ അലിമുക്കിലുള്ള ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. വാർഡ് പ്രതിനിധി ഗീത സുഗുനാഥ് അധ്യക്ഷത വഹിച്ചു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഇതിന്റെ പണി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ചൻകോവിലെ കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും ഡ്രൈവേഴ്സ് യൂണിയനും ഒത്ത് ജനകീയ സമരമായി ഇത് കണ്ടുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും നമുക്ക് ആയിരം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാമ്പഴത്തറ സലീം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വർഷങ്ങളായി ഈ റോഡിന്റെ വിഷയത്തിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് അച്ചൻകോവിലെ ജനങ്ങൾ. ഏകദേശം 1000-ഓളം കുടുംബങ്ങളും 4000-ഓളം ജനസംഖ്യയും വരുന്ന ഒരു പ്രദേശമാണ് അച്ചൻകോവിൽ. 2 വാർഡുകൾ. അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പ്രതിദിനം ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം ഇതിന് സമീപമുള്ള പ്രദേശമാണ്. തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമാണ് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം. അങ്ങനെ പല കാരണങ്ങളാൽ അനുഗ്രഹീതമായ ഒരു നാട്ടിലെ യാത്രയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ വർഷങ്ങളായിട്ട് ആളുകൾ കേഴുകയാണ്. ഞാറയ്ക്കൽ പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെമ്പനരി വി റഷീദ്, KR ഗോപി, K ശശിധരൻപിള്ള, B ഉത്തമൻ, പ്രഭ ബിജിലാൽ, ADS പ്രതിനിധി ഷീല, ഉണ്ണി എന്നിവർ സംസാരിച്ചു. പ്രതിരോധ സമരത്തിലെത്തിയ ബെന്നി കക്കാട് പ്രദേശവാസികളുടെ സമരത്തിന് കേരള കോൺഗ്രസ് എമ്മിന്റെ പരിപൂർണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ട വകുപ്പാണ് വനം വകുപ്പ്. ഈ വനം വകുപ്പ് ആരാണ് ഭരിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ 2-3 തവണയായി പുനലൂരിൽ നിന്ന് വിജയിക്കുന്ന ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ K രാജു അവർ. അദ്ദേഹമാണ് ഇന്ന് കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി. അദ്ദേഹം ഈ സമരത്തെ, ഈ ജനവികാരത്തെ, ഒരു പ്രദേശത്തിൻ്റെ മൊത്തം വികാരത്തെ കണ്ടില്ലെന്നടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം ഇതിനെ തീരുമാനമെടുക്കണം. വനം വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് SFCKയും വനം വകുപ്പും കൂടെ ചേർന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള തീരുമാനം എടുക്കുവാൻ ഒറ്റ ദിവസം മതി. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് ഒറ്റ ദിവസം മതി. അവരുടെ പാർട്ടിക്കാരോ അദ്ദേഹമോ ഈ സമരത്തെ അനുകൂലിക്കുകയോ അതിനകത്ത് രംഗത്തെത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാനുള്ള ഈ സമരത്തെ ഔറ്റമായ പിന്തുണ കൊടുക്കുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പൊതുപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരത്തെ കണ്ടിലും നടിക്കുവാൻ ഗവൺമെൻറ്റിനോ അധികാരികൾക്കോ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായി പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രതിനിധി, ഈ പ്രദേശത്തിൻ്റെ മന്ത്രി, നമ്മുടെയൊക്കെ ബഹുമാന്യനായ ശ്രീ K രാജു അവർ അടിയന്തരമായി ശ്രദ്ധയിലെത്തിക്കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. ഈ സമരത്തെ അനുകൂലിക്കണം. ഈ സമരത്തെ നയിക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ, പാവപ്പെട്ട അച്ചൻകോവിൽ നിവാസികൾ, എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളെന്ന നിലയിൽ മന്ത്രി ഇത് നിസ്സംഗതയോടെ കാണരുത്. അടിയന്തരമായി ഇതിൻ്റെ ശ്രദ്ധയിലെത്തി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. ഈ മണ്ഡലത്തിൽ നിന്നും 2 തവണ MLA ആയും ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയുമായ K രാജു വിചാരിച്ചാൽ ഈ പ്രശ്നം
രമ്യതയോടെ പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ഇതിന് തയ്യാറാകണമെന്നും KLDC ചെയർമാൻ ബെന്നി കക്കാട് പറഞ്ഞു. റോഡ് ഉപരോധ സമരം നടത്തിയ പ്രവർത്തകർ അതുവഴി വന്ന ആംബുലൻസ് കടത്തിവിടാനും തയ്യാറായി. തുടർന്ന് FSCKയുടെ MDയുമായി സമരക്കാർ ചർച്ച നടത്തി. അലുമുക്ക് അച്ചൻകോവിൽ പാതയിൽ 4 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുന്ന റോഡ് SFCKയുടെ ഉടമസ്ഥയിലുള്ളതാണെന്നും ഇത് ഗതാഗത യോഗ്യമാക്കാൻ SFCK തയ്യാറാകണമെന്നും സമരക്കാർ ആവശ്യമുന്നയിച്ചു. വരുന്ന 30 ദിവസത്തിനകം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് MD ഉറപ്പു നൽകി. വനംവകുപ്പ് മന്ത്രിയും പത്തനാപുരം MLAയുമായി ചർച്ച നടത്തി റോഡ് ടാർ ചെയ്യുന്ന കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും ഇപ്പോൾ SFCKയ്ക്ക് ഫണ്ട് ഇല്ല എന്നും MD പറഞ്ഞു. നമുക്ക് ഫണ്ടില്ലേ നേരിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നമുക്ക് കൂടി ഇരുന്ന് ആലോചിക്കാം, നമ്മളെല്ലാം കൂടി ആലോചിക്കാം എന്താ പരിഹാരം. SFCKയെ സംബന്ധിച്ചിടത്തോളം ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പണമില്ല, നഷ്ടത്തിലാണ്. അങ്ങനെ നമ്മൾ അടച്ചുപൂട്ടുണ്ട്. അത് ആ സാഹചര്യത്തിലേക്ക് അലുമുക്ക് അച്ചൻകോവിൽ പാത എത്രയും വേഗം നവീകരിക്കാൻ വനം വകുപ്പും SFCKയും തയ്യാറായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇനി മറ്റൊരു സമരം കാണാം. ഇത് ചെമ്മണ നിവാസികളാണ്. പ്രദേശവാസികളെ കബളിപ്പിച്ച് ബിവറേജസ് ഔട്ട്ലെറ്റ് തുറന്നു. അടുത്ത ദിവസം ജനങ്ങൾ ഇത് പൂട്ടിച്ചു. എന്നാൽ ഇനി തുറക്കില്ലെന്ന് ഉറപ്പ് ലഭിക്കാത്തതിനാൽ സമരം തുടർന്നു. വാരാന്ത്യത്തിലെ അടുത്ത വാർത്ത. തലവൂർ പഞ്ചായത്തിലെ പ്രദേശവാസികളെ കബളിപ്പിച്ചു മഞ്ഞക്കാല ചെമ്മണയിൽ ആരംഭിച്ച മദ്യവിൽപ്പനശാലയ്ക്കെതിരെയുള്ള സംയുക്ത സമരസമിതിയുടെ സമരം 6ാം ദിവസത്തിലേക്ക്. 6ാം ദിവസമായ ബുധനാഴ്ച കപ്പയും മുളക് ചമ്മന്തിയും പാകം ചെയ്താണ് സമരസമിതി പ്രവർത്തകർ സമരത്തിന് ക്രിയാത്മകതയോടെ തിരി തെളിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബിവറേജ് ഔട്ട്ലെറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി പ്രവർത്തകർ പൂട്ടിച്ചത്. 100 കണക്കിന് വീടുകളും 2 അമ്പലങ്ങളും അംഗൻവാടിയും സ്കൂളുകളും അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബിവറേജ് പ്രവർത്തിച്ചത്. 6 ദിവസമായി നാട്ടുകാർ ബിവറേജ് പരിസരത്ത് ഇരിപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ബിവറേജ് തുറക്കാൻ സമ്മതിക്കില്ല എന്ന നാട്ടുകാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പോലീസും ബിവറേജ് ഉദ്യോഗസ്ഥരും അമ്പരന്നു. തുടങ്ങിയ സമരമാണിത്. 6 ദിവസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും പട്ടിണിയിലാണ്. ആഹാരം വെക്കാൻ പോലും ഞങ്ങൾ പോകാതെ ഞങ്ങൾ ഈ സമരത്തിന് വേണ്ടി ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ ഞങ്ങൾ സമരം. അപ്പോൾ ഞങ്ങളിവിടെ പട്ടിണിക്കഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ആഹാരം പാചകം ചെയ്ത് ഞങ്ങളുടെ 2 പ്രദേശത്തെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ നിന്ന് ആഹാരം വെച്ച് കഴിച്ച് ഇവിടെ സ്ഥിര താമസമാക്കാൻ ഞങ്ങൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നിന്നും ഈ ബിവറേജ് എത്രയും പെട്ടെന്ന് മാറ്റി തരണമെന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഭേദമന്യേ ജാതീയ ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി ഇവിടെ പ്രതികരിക്കുന്നത്. ഇന്ന് 6 ദിവസമായി ആഹാരം കഴിക്കാതെ പോലും ഇവിടെ എല്ലാ ജനങ്ങളും കൂടിയിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ്. ജനവാസ കേന്ദ്രമായ മഞ്ഞക്കാലയിൽ തുടങ്ങിയിരിക്കുകയാണ്. അത് നിർത്തലാക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ സാധാരണക്കാരും അമ്മമാരും സഹോദരിമാരും നടത്തുന്ന സമരത്തിന്റെ 6ാം ദിവസമാണ് ഇന്ന്. ഇന്നു മുതൽ ഇവിടെ തന്നെ പാചകം ചെയ്ത് രാത്രി ഇവിടെ തന്നെ ഉറങ്ങി ഈ സമരം വിജയിക്കുന്നത് വരെ, ഈ സമരം ഈ ബിവറേജ് കോർപ്പറേഷൻ ഇവിടുന്ന് പൂട്ടുന്നത് വരെ, ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകുന്നവരെ തീർച്ചയായിട്ടും എന്ത് ത്യാഗം സഹിച്ചും ജീവൻ കൊടുത്തു പോലും ഈ സമരം നടത്താൻ തയ്യാറായിട്ടാണ് ഈ അമ്മമാരും പെങ്ങന്മാരും ഇവിടേക്കുന്നത്. അവർക്ക് പിന്തുണയുമായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ ആൾക്കാരും അതിനകത്ത് പൂർണ്ണ പിന്തുണയുമായിട്ട് നിൽക്കുമെന്ന് ഇക്കാര്യത്തിൽ അറിയിക്കും. ചെമ്മണയിലെ അമ്മമാർ അടുക്കള രാവിലെ പൂട്ടിയിരിക്കുകയാണ് ബിവറേജ് തുറക്കാതിരിക്കാൻ. ആണുങ്ങളാകട്ടെ രാത്രിയിൽ സമരത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ട് സമരപന്തലിൽ ഒറ്റക്കെട്ടായി എത്തുന്നു. ധാരാളം സമരമുഖങ്ങൾ കണ്ടതാണ് കേരളം. അതെ, തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാലയിൽ ഇന്ന് സമരത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ തുടക്കം കുറിച്ചു. മലയാളിയുടെ ഇഷ്ടവുമായ ചീനിയും അതിനോടൊപ്പം എരിവകരുന്ന മുളകും. ഈ എരിവ് പകരുന്നത് മുളകിനല്ല, ഇവിടുത്തെ സമരത്തിലാണ്. ഇവിടുത്തെ വീട്ടമ്മമാർ സമരത്തിലാണ്. കാരണം ഈ പ്രദേശത്ത് മദ്യപാനികളുടെ ശല്യം രൂക്ഷമായി. ബിവറേജ് ഔട്ട്ലെറ്റ് സർക്കാർ തന്ത്രപരമായി തുറന്നു. ഈ തുറന്ന ഔട്ട്ലെറ്റ് അടയ്ക്കുവാൻ വേണ്ടി ഇവിടെ സമരത്തിന്റെ മറ്റൊരു മുഖത്തിലാണ് 6 ദിവസമായി ഇവിടുത്തെ വീട്ടമ്മമാരും ഇവിടുത്തെ പ്രദേശവാസികളും. ഈ വീട്ടമ്മമാർക്കൊപ്പം പ്രദേശവാസികൾക്കൊപ്പം ഐക്യദാർഢ്യവുമായി ക്യാമറ പേഴ്സൺ കണ്ണനോടൊപ്പം അജാസ്, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിരോധിച്ചു. എന്നാൽ അത് പേരുമാറ്റി ഹർത്താലാക്കി. എന്നാൽ വിദ്യാഭ്യാസ ബന്ദിന് പേരുമാറ്റിയില്ല. സ്കൂൾ തുറന്ന ശേഷം അധ്യയനം നടന്നത് പകുതി ദിവസം മാത്രം. ഞങ്ങളുടെ
പ്രതിനിധിയുടെ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് സ്കൂൾ തുറന്നിട്ട് 28-ാം തീയതി വെള്ളിയാഴ്ച വരെ 58 അധ്യയന ദിനങ്ങൾ. ഇതിൽ ശനി ഞായർ അവധി ദിനങ്ങൾ 18. കൊല്ലം ജില്ലയിൽ കാലവർഷക്കെടുതി കണക്കിലെടുത്ത് കളക്ടർ നൽകിയ അവധി 1. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പഠിപ്പുമുടക്ക് 5 ദിനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ സമരം 2 അധ്യയന ദിനങ്ങളും ചേർന്ന് 26 അവധി ദിനങ്ങൾ കടന്നുപോയി. ഇതുകൂടാതെ പത്തനാപുരത്ത് MLA KB ഗണേഷ് കുമാറിന്റെ ഫ്ലെക്സ് ബോർഡ് കീറിക്കളഞ്ഞു എന്നാരോപിച്ച് ബിയുടെ വിദ്യാർത്ഥി സംഘടനകൾ പത്തനാപുരം പ്രദേശത്ത് മാത്രമായി വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു. ആകെ 29 അവധി ദിനങ്ങൾ കൂടിയായപ്പോൾ സ്കൂൾ തുറന്ന് 58 ദിവസത്തിനുള്ളിൽ അധ്യയനം നടന്നത് 29 ദിവസം മാത്രം. ഈ നില തുടർന്നാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിൽ സന്തോഷം തന്നെ. എന്നാൽ പരീക്ഷ എടുക്കുമ്പോൾ തങ്ങളുടെ പോർഷൻ കവർ ചെയ്യാൻ ഇവർ തന്നെ പാടുപെടും. അമിതമായ ഫീസ് നൽകി വിദ്യാർത്ഥികളെ രാവിലെയും വൈകിട്ടും സ്കൂളുകളിലെത്തിക്കുന്ന രക്ഷിതാക്കളും രാവിലെ തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ബാഗുകളും കുടയും വാട്ടർ ബോട്ടിലും ഭക്ഷണവുമായി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളും ഈ നഗ്നസത്യം തിരിച്ചറിയണം. കലാലയ രാഷ്ട്രീയം നിർത്തലാക്കിയാലെന്ത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അത് അനുഭവിക്കേണ്ടത് നമ്മളുടെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. വിദ്യാർത്ഥികളുടെ അധ്യായം മുടക്കിയിട്ട് നേട്ടം കൊയ്യുന്നത് ആര്? ഒരു ദിവസത്തെ അധ്യായം മുടങ്ങിയാൽ എന്ത് പരിഹാരമാണ് ഉണ്ടാകുക? ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സുനിൽ പുന്നല, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണം നടന്നത് കഴിഞ്ഞ വാരത്തിലാണ്. കർക്കിടക മാസത്തിലെ ഈ ആചാരം നമുക്കൊന്നുകൂടി കാണാം. എള്ളും പൂവും സമർപ്പിച്ച് ഓർമ്മകളെ തിരികെ വിളിച്ചു. ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ 10,000 പിതൃസ്മരണകളുടെ നിർവൃതിയിൽ ലയിച്ചു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി തർപ്പണം ചെയ്യാൻ ആളുകളുടെ പ്രവാഹം ശനിയാഴ്ച രാത്രി തന്നെ തുടങ്ങിയിരുന്നു. ദേവസ്വം ബോർഡും വിവിധ ക്ഷേത്ര ഭരണസമിതികളും മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. തർപ്പണത്തിന് ശേഷം ആചാരാനുഷ്ഠാന പ്രകാരം തിലഹവനം ഉൾപ്പെടെയുള്ള പൂജാതി കർമ്മങ്ങൾക്കായി സമീപത്തെ ക്ഷേത്രങ്ങളും തിരക്കിൽ മുങ്ങി. ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിലേക്കും വർക്കലയിലേക്കും ആളുകൾക്ക് പോകാനായി KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. എല്ലായിടത്തും ബലിപ്പുരകൾ പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. പുന്നല ശ്രീ നീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുന്നല സമന്വയം ഓഡിറ്റോറിയത്തിന് മുന്നിൽ നടന്നു. പുലർച്ചെ 5:30 ആരംഭിച്ച ചടങ്ങുകൾ ഏറെ നേരം നീണ്ടുനിന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. കണിയാമ്പടിക്കൽ കടവിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയത്. 100 കണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. കുണ്ടയം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ എല്ലാ വർഷത്തേക്കാളും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 5:30 ആരംഭിച്ച ചടങ്ങുകൾ ഉച്ചവരെ നീണ്ടുനിന്നു. ബലിതർപ്പണത്തിനെത്തുന്നവർക്കായി പ്രഭാത ഭക്ഷണവും ഭാരവാഹികൾ തയ്യാറാക്കിയിരുന്നു. ഈ ക്ഷേത്രങ്ങളെ കൂടാതെ പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം, പ്ലാക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് നാഗരാജ ക്ഷേത്രക്കടവ്, മെതുകുമ്മേൽ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ഇനി അടുത്ത കർക്കിടക വാവിനായി നമുക്ക് 1 വർഷം കാത്തിരിക്കാം. കാർഗിൽ യുദ്ധത്തിൽ രക്തസാക്ഷിയായ സജീവ് പിള്ളയെ വാരാന്ത്യം മറക്കില്ല. ഈ ആഴ്ചയിലെ വാരാന്ത്യത്തിലെ അവസാന വാർത്ത ഇതാകട്ടെ. നാട്ടിൽ നാം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു നൽകാൻ അതിർത്തികളിൽ സദാസമയവും ജാഗരൂകരായി നിൽക്കുന്ന സൈനികരെ നാം മറക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ സൈനിക വ്യൂഹത്തിന്റെ കീഴിൽ ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഇവിടെ വീരമൃത്യു മരിക്കുന്നവരിൽ പലരും നമ്മുടെ സഹോദരന്മാരും സമീപവാസികളുമാണെന്ന സത്യം നാം തിരിച്ചറിയണം. പത്തനാപുരത്തിന്റെ സമീപ പ്രദേശമായ നെടുവന്നൂരിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സജീവ് പിള്ള ഓർമ്മയായിട്ട് മെയ് 20 18 വർഷം തികയുന്നു. കാർഗിൽ വാർ ഹീറോ സജീവ് പിള്ളയ്ക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് പത്തനാപുരം താലൂക്കിന്റെ നേതൃത്വത്തിൽ സ്മരണാഞ്ജലി അർപ്പിക്കാൻ സജീവിന്റെ മാതാവ് കുട്ടിയമ്മയുടെ അടുത്തെത്തി. കുട്ടിയമ്മയ്ക്ക് പ്രവർത്തകർ ഹാരമണിയിച്ചു. സജീവ് പിള്ളയുടെ സ്മരണാഞ്ജലിയുടെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗോപിപിള്ള നിർവഹിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിക്കൊണ്ട് കാർഗിലിൽ വിജയം കൈവരിച്ച ഈ ദിവസം നമ്മുടെ സ്വന്തം എല്ലാമായ സജീവന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനു വേണ്ടിയും ഈ നാടിൻ്റെ എല്ലാവിധ സ്നേഹങ്ങളും അദ്ദേഹത്തിന് നൽകുന്നതിനു വേണ്ടിയുമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വിമുക്ത സൈനികരും ഇന്ന്
ഇവിടെ നെടുവണ്ണൂർ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീരമാതാവ് ശ്രീമതി കുട്ടിയമ്മയെ ഇവിടെ ഈ പരിപാടികൾ സമാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീരമാതാവിനെ കുടുംബത്തിലെത്തി സന്ദർശിക്കുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും ഒപ്പം തന്നെ അവർക്ക് ഞങ്ങളുടെ സ്നേഹ ഉപകാരങ്ങൾ സമ്മാനിക്കുന്നതുമാണ്. സേവന പാരമ്പര്യം എന്നും ഓർത്തുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഒത്താശകളും സമൂഹത്തിൽ വിമുക്ത സൈനികരുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെന്ന് കണ്ടാൽ അത്തരുണത്തിൽ അവിടെ എല്ലാവരും എത്തിച്ചേരുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും മറ്റും അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത്തായ സംഘടനയാണ് കേരളത്തിലെ 14 ജില്ലകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്ന ഈ സംഘടന. 1974 മെയ് 20 ജനിച്ച സജീവ് പിള്ള കാർഗിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ 1999 ജനിച്ച അതേ മാസമായ മെയ് മാസം അതേ ദിനമായ 20-ാം തീയതി വീരമൃത്യു മരിച്ചു. പ്രവർത്തകർ സജീവ് പിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. താലൂക്ക് പ്രസിഡന്റ് മോഹൻപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബാബുക്കുട്ടി സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ഷീന, നെടുവന്നൂർ സുനിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. അടുത്ത ആഴ്ച കാണും വരേക്കും ഗുഡ് ബൈ.